സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം. നൊബേൽ സമ്മാനം ഇത്തവണ വലിയ ചർച്ചയായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങളുടെ പേരിലായിരുന്നു. എന്തൊക്കെ ദോഷം പറഞ്ഞാലും ട്രംപിന് മനസ്സിലുള്ളത് ഒളിപ്പിക്കാൻ അറിയില്ലെന്ന് സമ്മതിച്ചേ തീരൂ. വെട്ടിത്തുറന്നങ്ങ് പറയും. ഏത് അസംബന്ധവും എഴുന്നള്ളിക്കും. സ്വയം പ്രശംസ നടത്തുന്നതിലും യാതൊരു പിശുക്കുമില്ല. ഞാൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, സമാധാന നൊബേൽ എനിക്കല്ലാതെ ആർക്ക് നൽകാനാണ് എന്ന തരത്തിലായിരുന്നു ട്രംപിൻ്റെയും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങൾ. പാകിസ്ഥാൻ അടക്കം പലരോടും നാമനിർദ്ദേശം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവസാനിപ്പിച്ച യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ പാക് സംഘർഷവുമുണ്ട്. ഗസയിൽ നിന്ന് തൽക്കാലം തടിയൂരാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് വഴിയൊരുക്കി കൊടുത്ത വെടിനിർത്തൽ പദ്ധതിയും നൊബേലിനുള്ള യോഗ്യതയായാണ് എണ്ണുന്നത്. തൻ്റെ 1-ാം ഊഴത്തിൽ തന്നെ ഈ പുരസ്കാരത്തിന് കരുനീക്കിയ ആളാണ് ട്രംപ്. ഒബാമയ്ക്ക് നൊബേൽ കൊടുത്തത് എന്തിനെന്ന ചോദ്യവും ട്രംപ് ഉയർത്തിയതാണ്. അമേരിക്കയെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒബാമയ്ക്ക് പുരസ്കാരം നൽകിയെന്നായിരുന്നു ട്രംപിൻ്റെ അധിക്ഷേപം. ഏതായാലും പുരസ്കാര പ്രഖ്യാപനം വന്നപ്പോൾ ട്രംപിനില്ല. അദ്ദേഹത്തിന് പക്ഷേ നിരാശയില്ല. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക് കിട്ടിയ നൊബേൽ തനിക്ക് കിട്ടിയതിന് തുല്യമാണെന്നും താൻ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ട്രംപ് സമാധാനിച്ചു. തൻ്റെ പുരസ്കാരം ട്രംപിന് സമർപ്പിക്കുന്നുവെന്ന് മരിയയും പറഞ്ഞു. അവിടെ അവസാനിപ്പിക്കാവുന്നതാണ് ഈ എപ്പിസോഡ്. അല്ലെങ്കിൽ ആർക്കൊക്കെ കിട്ടിയതാണ് ഈ പുരസ്കാരം? അവരൊക്കെ പരമയോഗ്യരായിരുന്നോ? പ്രശ്നം അതല്ല. നൊബേലിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയാതെ പുരസ്കാരത്തിളക്കത്തിൽ നിൽക്കുന്ന മരിയ കൊറീന മച്ചാഡോയെപ്പോലുള്ളവരെ ജനാധിപത്യത്തിൻ്റെ വിശുദ്ധ മാലാഖ എന്നൊക്കെ വിശേഷിപ്പിച്ച് കുറേ പേർ വാഴ്ത്തുപാട്ടുമായി ഇറങ്ങുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ നൊബേലിൻ്റെ ലക്ഷ്യവും തിരഞ്ഞെടുപ്പിലെ യുക്തിയും വീണ്ടും ചർച്ച ചെയ്തേ തീരൂ. വെനസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം എക്കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേരെ മറുവശത്തായിരുന്നു. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്തും ഫിഡൽ കാസ്ട്രോയുടെയും റൗൾ കാസ്ട്രോയുടെയും കാലത്തും ക്യൂബയെയും വെനിസ്വേലയെയും തകർത്തെറിയാൻ US നടത്താത്ത കുത്തിത്തിരിപ്പുകളൊന്നുമില്ല. വെനിസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ നിക്കോളാസ് മദുറോയും ഇതെല്ലാം അനുഭവിക്കുന്നു. മദുറോ ഒരു സമ്പൂർണ്ണ ജനാധിപത്യവാദിയൊന്നുമല്ല. വിമതരെ നിലക്ക് നിർത്തുന്നതിൽ ഒരു മയമില്ലാത്ത ആളാണ് താനും. പക്ഷെ അദ്ദേഹം ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവനാണ്. ഒരു രാജ്യത്തെ ഭരണം അട്ടിമറിക്കാൻ മറ്റൊരു രാജ്യത്തിന് എന്തവകാശം എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് മരിയ കൊറീനയുടെ യോഗ്യത മനസ്സിലാകുക. മരിയ പറയുന്ന ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ മദുറോ താഴെ ഇറങ്ങണം. എന്ന് വെച്ചാൽ അവരുടെ പോരാട്ടത്തിൻ്റെ ഗുണഭോക്താവ് അമേരിക്കയാണ്. ട്രംപിൻ്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും നിലപാടുകളെ അകമഴിഞ്ഞ് പിന്തുണച്ചവരാണവർ. US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ട്രംപിനെ അഭിനന്ദിച്ച നേതാക്കളിൽ മച്ചാഡോയും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടെന്നായിരുന്നു അവരുടെ സന്ദേശം. എന്താണ് ആ പറഞ്ഞ ആശ്രയം? ഇസ്രായേലിൻ്റെ ഗസ വംശഹത്യക്കെതിരെ മൗനം പാലിച്ച മരിയ നെതന്യാഹു ഭരണകൂടത്തിന് പിന്തുണ നൽകിയിരുന്നുവെന്നാണ് പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം ഉയർന്ന ഗുരുതരമായ വിമർശം. 2021 ട്വീറ്റിൽ അവർ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ കൂട്ടാളി എന്നാണ്. വെനസ്വേലയിലെ ക്രിമിനൽ സർക്കാരിനെ താഴെ ഇറക്കാൻ ഇസ്രായേലിൻ്റെ ബുദ്ധിയും ശക്തിയും വിനിയോഗിക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാഭീകരനായി അവതരിപ്പിക്കപ്പെടുന്ന മദുറോ ഗസ വംശഹത്യയോടുള്ള വിസമ്മതം രേഖപ്പെടുത്താൻ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചയാളാണ്. വെനസ്വേലയിൽ താൻ അധികാരത്തിലെത്തിയാൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് മരിയ കൊറീന. ജെറൂസലേമിലേക്ക് എംബസി മാറ്റുമെന്നും അവർ തുറന്നടിച്ചിട്ടുണ്ട്. ഏത് ജെറൂസലേം? നിർദ്ദിഷ്ട ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാകേണ്ട ജെറൂസലേം, മസ്ജിദുൽ അക്സ നിൽക്കുന്ന ഇടം. അവിടേക്ക് ഇസ്രായേൽ തലസ്ഥാനം മാറ്റുന്നതിനെ പിന്തുണക്കുന്ന US ആക്ടിൽ ഒപ്പുവെച്ചയാളാണ് ട്രംപ്. അതേ ആവശ്യം ഉന്നയിക്കുന്നയാളാണ് മരിയ. വെറുതെ അല്ല മരിയ കൊറീനയ്ക്ക് പുരസ്കാരം കൊടുക്കുന്നത് തനിക്ക് തരുന്നതിന് തുല്യമെന്ന് ട്രംപ് പറഞ്ഞത്. സത്യത്തിൽ
വെനിസ്വേലയിലെ പ്രതിപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ മരിയക്കെതിരെ ചോദ്യങ്ങളുയരുന്ന ഘട്ടമാണിത്. വെനസ്വേലൻ പൗരന്മാരെ അനധികൃത കുടിയേറ്റ ചാപ്പയടിച്ച് വിജനദ്വീപിൽ തള്ളിയ ട്രംപിനോട് അടുപ്പമുള്ള മരിയയെ ഒറ്റപ്പെടുത്തണമെന്നാണ് മദുറോ വിരുദ്ധർ പോലും പറയുന്നത്. ലോകത്തെ ഏറ്റവും കനപ്പെട്ട പുരസ്കാരമാണ് നൊബേൽ. അത് ഒരു മുതൽ മുടക്കാണ്. എല്ലാ മുതൽ മുടക്കുകളും ലാഭനഷ്ടങ്ങൾ നോക്കിയാണല്ലോ. പാശ്ചാത്യ മൂല്യബോധത്തിൻ്റെ മേൽക്കോയ്മക്കും അവർ ഏറ്റെടുക്കുന്ന പ്രതിച്ഛായ നിർമ്മാണ ദൗത്യങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ വെള്ളവും വളവും നൽകുന്നതാണ് ഇന്നോളം ഉണ്ടായിട്ടുള്ള നൊബേലുകളിൽ മിക്കവയും. വിയറ്റ്നാം ആക്രമണത്തിൻ്റെ ക്രൂരതകൾക്ക് മുഴുവൻ ഉത്തരവാദിയായ ഹെൻറി കിസിഞ്ചർക്ക് നൽകിയിരുന്നു സമാധാന നൊബേൽ. അന്ന് പുരസ്കാരം പങ്കിടാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ലീ ഡോക് തോ നൊബേൽ നിരസിച്ചു. സമാധാനമില്ലാതെ എന്ത് സമാധാന നൊബേൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇതേ നൊബേൽ നൽകിയാണ് യാസർ അറഫാത്തിനെ അനുരഞ്ജനത്തിൻ്റെ തണുപ്പിൽ മുക്കിയത്. ഓസ്ലോ കരാർ എന്ന ചതിയിൽ തുല്യം ചാർത്തിയതിന് നൽകിയ ഉപകാരസ്മരണമായിരുന്നു നൊബേൽ. അദ്ദേഹത്തോടൊപ്പം നൊബേൽ വാങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്താഖ് റബീനെ സയനിസ്റ്റ് തീവ്രവാദികൾ വധിക്കുകയായിരുന്നു. ഇറാനിലും മറ്റും ആക്ടിവിസത്തിലേർപ്പെട്ട വനിതകൾക്ക് നൽകുന്ന നൊബേലിനും കൃത്യമായ അർത്ഥമുണ്ട്. മഹാത്മാഗാന്ധിക്ക് നൽകി ഈ പുരസ്കാരത്തിൻ്റെ മഹത്വമുയർത്താനുള്ള അവസരം വിനിയോഗിക്കാത്തവരാണ് നൊബേൽ സമിതി എന്ന് ഓർക്കണം. നൊബേൽ പുരസ്കാരത്തിൻ്റെ പിറവി തന്നെ പ്രതിച്ഛായ നിർമ്മിതിയിൽ നിന്നാണ്. ആൽഫ്രഡ് നൊബേലിൻ്റെ കുറ്റബോധത്തിൽ നിന്നാണ് നൊബേൽ പിറക്കുന്നത്. ഡൈനാമിറ്റ് കണ്ടെത്തിയ ആൽഫ്രഡിന് ആ കണ്ടുപിടുത്തം മാനവരാശിക്ക് വിനാശകരമാകുന്നത് തൻ്റെ ജീവിതത്തിൽ തന്നെ കാണേണ്ടി വന്നു. ആയുധ വ്യാപാരത്തിലൂടെ അതിസമ്പന്നനായെങ്കിലും തൻ്റെ പ്രതിച്ഛായ അദ്ദേഹത്തെ വേട്ടയാടി. തൻ്റെ പേരുള്ള പേറ്റൻറ്റുകളിൽ ഭൂരിഭാഗവും മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ എന്ന് അദ്ദേഹം പരിതപിച്ചു. മാനവരാശിക്ക് ഏറ്റവും ഭീഷണമായ കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ മാത്രമേ ചരിത്രം തന്നെ ഓർമ്മിക്കുകയുള്ളൂ. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു ആഗോള പുരസ്കാരത്തിനായി നീക്കിവെച്ച് പ്രായശ്ചിത്തമാകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ആൽഫ്രഡിൻ്റെ വിൽപ്പത്രമനുസരിച്ച് സ്വീഡിഷ് അക്കാദമിയും നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയും നൊബേൽ ഫൗണ്ടേഷനും നിലവിൽ വരികയും അദ്ദേഹം മരിച്ച് 5 വർഷത്തിന് ശേഷം നൊബേൽ സമ്മാനം നൽകാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ആയുധ വ്യാപാരിയായ ആൽഫ്രഡ് നൊബേൽ അസ്തമിക്കുകയും മഹത്തായ പുരസ്കാരം ഉദിക്കുകയും ചെയ്തു. 2014 സമാധാന നൊബേൽ ഇന്ത്യയിലും അയൽപ്പക്കത്തുമെത്തി. കൈലാഷ് സത്യാർത്ഥിക്കും മലാല യൂസുഫ്സായിക്കും. കൈലാഷ് സത്യാർത്ഥി എന്ന ബാലവിമോചകന് നൊബേൽ നൽകുമ്പോൾ NGOകളുടെ പ്രവർത്തന മാതൃകകൾ ഒരിക്കൽ കൂടി ആഘോഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ബോധത്തിൽ പ്രചോദിതരായി മനുഷ്യർ സംഘടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെയും ജനാധിപത്യ സർക്കാരുകൾ നടത്തുന്ന നീക്കങ്ങളെയും ഇരുട്ടിലേക്ക് തള്ളുകയെന്ന പരോക്ഷ ഫലം അതിലടങ്ങിയിരുന്നു. അരാഷ്ട്രീയമായ ഇടപെടലാണ് നൊബേൽ നിർണയക്കാർക്ക് താൽപ്പര്യം. മലാല യൂസുഫ്സായി എന്ന 17കാരിക്ക് സമാധാന നൊബേൽ ലഭിച്ചപ്പോൾ പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ സ്വാത്ത് താഴ്വരയാണ് ലൈം ലൈറ്റിലേക്ക് വന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് മതഭീകരതയുടെ വിളയാട്ട ഭൂമി മാത്രമായിരുന്നു ഈ പ്രദേശം. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാത്തിൽ മനുഷ്യരില്ല, തീവ്രവാദികൾ മാത്രമേ ഉള്ളൂ. ഡ്രോൺ വിമാനങ്ങൾക്ക് മരണം വിതക്കാനൊരിടം. തീവ്രവാദികളുടെ വെടിയേറ്റ മലാല വിദ്യാഭ്യാസത്തിൻ്റെയും സ്ത്രീ അവകാശങ്ങളുടെയും പ്രതീകമായി മാറുകയായിരുന്നു. മലാലയുടെ ഡയറി കുറിപ്പുകൾ BBC-യിൽ വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തെ അമേരിക്കൻ അധിനിവേശത്തിൻ്റെ ക്രൂരതകളും വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത്. വിവേചനരഹിതമായ ഡ്രോൺ ആക്രമണങ്ങൾ തീവ്രവാദികളെയല്ല സാധാരണക്കാരെയാണ് കൊന്നു തള്ളിയത്. ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണങ്ങൾ മിക്കവാറും നടന്നത്. കൂടുതൽ പേരെ കൊല്ലാൻ കല്യാണ വീടുകളിലും മരണ വീടുകളിലും ബോംബ് വർഷിച്ചു. ജീവിതം ദുസ്സഹമായതോടെ ആയിരക്കണക്കായ മനുഷ്യർ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്തു. ഈ മനുഷ്യക്കുരുതിയെ ചർച്ചകളിൽ നിന്ന് മായ്ച്ചു കളയാനും മലാലയടക്കമുള്ള അവിടുത്തെ ജനത അനുഭവിച്ച ദുരന്തങ്ങളെ നിസ്സാരവത്കരിക്കാനും ആ നൊബേൽ കാരണമാകുകയായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ മലാല എഴുതിയ കുറിപ്പുകളിലും മുതിർന്നപ്പോൾ നടത്തിയ പ്രസംഗങ്ങളിലും ഒന്നും അമേരിക്കൻ ഭീകരത കടന്നു വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നുതള്ളുന്ന നെതന്യാഹുവിനെ സ്വാതന്ത്ര്യത്തിൻ്റെ കാവലാളായി വിശേഷിപ്പിക്കുന്ന മരിയ കൊറീന മച്ചാഡോയ്ക്ക്
സമാധാന നൊബേൽ നൽകുമ്പോൾ അതേ അട്ടിമറി സംഭവിക്കുന്നു. ഗസയിലെ കുഞ്ഞുങ്ങളുടെ മരണവും വേദനയും ആ മനുഷ്യരുടെ നിൽക്കക്കള്ളിയില്ലായ്മയും നിസ്സാരമാക്കി കളയുന്നു. പുരസ്കാര സമിതിയുടെ കൈകളിൽ ചോര പുരണ്ടിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.